പാകിസ്ഥാൻ്റെ എല്ലാ ഗുണങ്ങളും പാകിസ്ഥാൻ എവിടെയൊക്കെ അഡ്വാൻസ് ചെയ്തോ അതെല്ലാം ആർമി കാരണമാണെന്നും പാകിസ്ഥാൻ്റെ എവിടെയെങ്കിലുമൊക്കെ അതിന് ദോഷങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പാകിസ്ഥാൻ ആർമിയുടെ ശ്രമത്തിന് ഉപരിയായിട്ട് പൊളിറ്റീഷ്യൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നാട്ടുകാർ ചെയ്യുന്നതിൻ്റെ വകയായിട്ടാണ്, അല്ലെങ്കിൽ ഇന്ത്യ ചെയ്തതിൻ്റെ വകയായിട്ടാണെന്നാണ് പാകിസ്ഥാൻ്റെ ആർമി ഇത് പാക്കേജ് ചെയ്യുന്നത്. ഈ നെറേറ്റീവ്, ഈ ഒരു കഥ ഉണ്ടാക്കി മെനഞ്ഞെടുക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇന്ത്യയുടെ കുഴപ്പമാണോ, അല്ലെങ്കിൽ ഈ ബ്യൂറോക്രാറ്റ്സിനൊന്നും അറിയാൻ വയ്യാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്കൊന്നും അറിയാൻ വയ്യാഞ്ഞിട്ടാണ് ഇത്രയൊക്കെ ഞങ്ങൾ ചെയ്തതല്ലേ, ആർമി അല്ലേ ചെയ്തു തരുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും ആർമി ഇടപെടുന്നുണ്ട്. ഇത്രയൊക്കെ ഇടപെട്ട് കഴിഞ്ഞിട്ടും അവർക്ക് അവരുടെ മൈനോറിറ്റീസിനെ, അവരുടെ ന്യൂനപക്ഷങ്ങളെ മാനേജ് ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല. ബിക്കോസ് ഈ ന്യൂനപക്ഷങ്ങളോട് പെരുമാറുമ്പോൾ, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ കൺട്രോൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുമായി അവരുടേതായിട്ട് സഹവർത്തിത്വം ഉണ്ടാകുമ്പോൾ അതിനൊരു മിലിറ്ററി ആയിട്ടുള്ള സ്റ്റൈലല്ല വേണ്ടത്. അതിനൊരു കൂടുതൽ രാഷ്ട്രീയപരമായിട്ട്, സാമൂഹികപരമായിട്ട്, സാമാജികപരമായിട്ടുള്ള ലിങ്കേജസ് ആണ് അവിടെ വേണ്ടത്. അത് പാകിസ്ഥാൻ മിലിറ്ററി അത്രയ്ക്കും ശ്രമിക്കുന്നില്ല. കാരണം പാകിസ്ഥാൻ മിലിറ്ററിയുടെ കോമ്പോസിഷൻ ആണെങ്കിൽ പോലും വളരെയേറെ പഞ്ചാബി, അല്ലെങ്കിൽ പഞ്ചാബി കഴിഞ്ഞാൽ പിന്നെ പഖ്തൂൺ സെൻട്രിക്കാണ്. ഈ ചെറിയ മൈനോറിറ്റീസിനൊന്നും അവരാരും കണക്കാക്കുന്ന പോലുമില്ല. അതാണ് ഇതിൻ്റെ വ്യത്യാസം. അതുകൊണ്ട് ആന്തരിക പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റാനാണോ എന്ന് ചോദിച്ചാൽ ശ്രദ്ധ മാറുമോ ഇനി എനിക്ക് തോന്നുന്നില്ല, മാറുമെന്ന് തോന്നുന്നില്ല. പക്ഷേ യെസ്, ശ്രമം തീർച്ചയായിട്ടും ഉണ്ടാവും. ഇതിൽ ഒരു കാര്യം ഇപ്പോൾ നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ടത്, ആന്തരിക പ്രശ്നങ്ങൾ ഒരു സമയം കഴിയുമ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള പ്രകോപനങ്ങളെ, അവർ പറയുന്ന പ്രകോപനങ്ങളെ അതിജീവിക്കാൻ അതിലും വളരെ കൂടുതലായി ഒരു വലിയ രാക്ഷസനായിട്ട് 10 തല 100 തലയുള്ള രാക്ഷസനാകാൻ ചാൻസാണ്. ഫോർ ഇൻസ്റ്റൻസ്, ഇതിൻ്റെ റിപ്പോർട്ടുകളുടെ ശരിയോ തെറ്റോ എനിക്കറിയില്ല. പക്ഷേ ബലൂച്ച് ലിബറേഷൻ ആർമി ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇറക്കുന്നുണ്ട്. അവർ പലയിടത്തും പാകിസ്ഥാൻ ആർമിയെ പലയിടത്തും നശിപ്പിച്ചിട്ടുണ്ടെന്നും പലയിടത്തും നാശനഷ്ടങ്ങൾ സംഭവിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്നത്. ഇത് എത്ര കണ്ട് ശരിയാണെന്നുള്ള കാര്യം നമുക്കറിയില്ല. പക്ഷേ അതാണെന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഇതൊരു ഡൗൺവേർഡ് സ്ലോപ്പ്, താഴോട്ടുള്ള ഇറക്കത്തിൽ ഒരു ബ്രേക്ക് ഇല്ലാതെ പോക്കാണ് പാകിസ്ഥാൻ്റെ. അത് എത്ര ആയി കഴിയുമ്പോഴായിരിക്കും ഒരു ചേഞ്ച് ഉണ്ടാവുക എന്നുള്ള കാര്യമാണ് ഇനി നമുക്ക് നോക്കേണ്ടത്. നമ്മൾ പോസിബിലിറ്റീസ് ആയിട്ട് ആലോചിക്കാം. ഒരു പോസിബിലിറ്റി, അസീം മുനീറിൻ്റെ നേതൃത്വത്തിലുള്ള പാകിസ്ഥാൻ മിലിറ്ററിയും ഇപ്പോൾ ചെയ്യുന്ന പോലെ പാകിസ്ഥാനിലെ എല്ലാ കാര്യങ്ങളിലും കൺട്രോൾ ചെയ്ത്, എക്കണോമിക് മുതൽ സോഷ്യൽ കൾച്ചറൽ, പാട്ട് പാടുന്നതാണെങ്കിലും ആര് പാടണം എന്നുള്ളത് പട്ടാളക്കാർ പറഞ്ഞാലേ ചെയ്യുള്ളൂ. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരും. അങ്ങനെ ഒരു സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ അങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത് വെച്ചാൽ, ഈ നിലപാടുകൾ എടുക്കുന്നതും ഡിസിഷൻസ് എടുക്കുന്നതും എല്ലാം ഈ ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള മിലിറ്ററിക്കാരാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ തമ്മിലുള്ള സ്വരച്ചേർച്ച ഇല്ലായ്മകൾ സൊസൈറ്റിയിലുണ്ടാകുന്നത് അതിന് കൂടുകയുള്ളൂ. അത് കൂടി വരികയാണെന്നുണ്ടെങ്കിൽ ചില പട്ടാളത്തിന് പുറകോട്ട് മാറി പിന്നെയും ഒരു പൊളിറ്റീഷ്യനെ മുമ്പിൽ കൊണ്ടുവരേണ്ടി വരും. ഷെഹബാസ് ഷെരീഫിന് തീർച്ചയായിട്ടും ഇതുവരെയൊന്നും സ്വന്തം ഒരു പേഴ്സണാലിറ്റി കൊണ്ടുവരാറായിട്ടില്ല. അതൊന്നും ചെയ്യാൻ പറ്റിയിട്ടുമില്ല. ഇതിലും സ്ട്രോങ്ങറായിട്ടൊരു പേഴ്സണാലിറ്റി ആർമി കൊണ്ടുവരുമോ മുമ്പിൽ നിൽക്കാനായിട്ട്, ശിഖണ്ഡിയായിട്ട് മുമ്പിൽ നിർത്താനായിട്ട് എന്നുള്ള കാര്യം നമുക്കിനി ഭാവിയിലുള്ള കണ്ടറിയാനേ പറ്റുള്ളൂ. പക്ഷേ തീർച്ചയായിട്ടും വെടിനിർത്തലൊന്നും ഡിസ്റപ്റ്റ് ചെയ്യാൻ ചാൻസാണ്. പാകിസ്ഥാൻ്റെ ആർമിയെ മാറ്റി പൊളിറ്റീഷ്യൻസും അല്ലെങ്കിൽ ഗ്രാസ് റൂട്ട്സിൽ സപ്പോർട്ടുള്ള പൊളിറ്റീഷ്യൻസിനെ മുമ്പിൽ കൊണ്ടുവരാനുള്ള ചാൻസ് ബൈ ഗോയിങ് ബൈ ദ റെക്കോർഡ് ചാൻസ് കുറവാണ്. ഇപ്പം നമ്മുടെ കേസിൽ നമ്മളൊരു യുദ്ധം പ്രഖ്യാപിച്ചില്ല, യുദ്ധം വൈഡൻ ചെയ്തിട്ടുമില്ല. നമ്മൾ വളരെ സെലക്റ്റഡ് ടാർഗറ്റ്സും വളരെ കൺട്രോൾഡായിട്ടും കാലിബ്രേറ്റ് ചെയ്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇന്ത്യ ചെയ്തത്. പക്ഷേ ഇത് 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കൂടി ഇങ്ങനെ പോയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു ഫുൾ സ്കെയിൽ യുദ്ധത്തിലേക്ക് തെന്നിപ്പോയാൽ. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അടുത്തുള്ള റീജിയനാണെങ്കിൽ ഒരുപാട് കാലങ്ങളിൽ ഇപ്പം ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലൊരു ഫുൾ ഫ്ലെഡ്ജ് വാർ ഉണ്ടാകാമെന്നിരിക്കട്ടെ, അറബിക്കടലിൽ നടക്കുന്ന കമേഴ്ഷ്യൽ ഷിപ്പിംഗ് ഒരുപാട് എഫക്റ്റഡ് ആകും. കാരണം ഈ സാധാരണ വരുന്ന റൂട്ടുകൾക്കൊന്നും അവർക്ക് വരാൻ പറ്റില്ല. കാരണം ഇന്ത്യൻ നേവിയും ബ്ലോക്ക് ചെയ്യും, പാകിസ്ഥാൻ നേവിയും ബ്ലോക്ക് ചെയ്യും. പിന്നെ സാധാരണ കമേഴ്ഷ്യലായിട്ട് വരുന്ന സിവിലിയൻ കമേഴ്ഷ്യൽ എയർലൈൻസും ഒന്നും പറ്റില്ല. ഇപ്പോൾ ഒരുപാട് എക്കണോമിക് അല്ലെങ്കിൽ സോഷ്യൽ അല്ലെങ്കിൽ ബാക്കി പ്യുവർ കൺവീനിയൻസിൻ്റെ ഡിസ്റപ്ഷൻസ് ഒരുപാടുണ്ടാകും. അപ്പോൾ ഈ ഡിസ്റപ്ഷൻസ് ഉണ്ടാകുന്നതിനെതിരായിട്ടാണ് ആദ്യമേ മറ്റ് രാജ്യങ്ങൾ
വെടിനിർത്തൽ കരാറിലേക്ക് അല്ലെങ്കിൽ ഇൻ്റർഫിയർ ചെയ്യുമെന്നുള്ള ഇടപെടൽ ഉണ്ടാക്കുക എന്നുണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഫോർ ഇൻസ്റ്റൻസ് ഇപ്പോൾ ഈ പാകിസ്ഥാനിലെ ഇഷ്യൂ എന്ന് വെച്ചാൽ ഒരു എത്രയോ ലക്ഷം കോടി രൂപ ചൈന പാകിസ്ഥാനിൽ മുടക്കിയിട്ടുണ്ട്. അവർക്കൊരു കോറിഡോർ ചൈനയിൽ നിന്ന് കരമാർഗം അറേബ്യൻ സീയിലേക്ക് ഇറങ്ങാനായിട്ടുള്ള ഒരു റോഡും റെയിലും ലിങ്ക് അവർ പണിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഫുൾ കംപ്ലീറ്റ് ആയ റോഡ് ഏതാണ്ട് വർക്കിംഗ് ആണ്, എന്നാലും റെയിൽ ലിങ്ക് ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. തന്നെയല്ല, ഗ്വാദർ എന്നൊരു തുറമുഖം ഉണ്ടായി കഴിഞ്ഞിട്ടും അതിൽ അവർ ഇപ്പോഴും ആ എക്സിക്യൂഷൻ അല്ലെങ്കിൽ അതിൻ്റെ കമേഴ്ഷ്യൽ സ്റ്റേജിലായിട്ടില്ല. അവർ ഇത്രയും ലക്ഷം കോടികൾ മുടക്കിക്കഴിഞ്ഞ ചൈന ഒരു യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ ഇതൊക്കെ നഷ്ടപ്പെടാൻ ചാൻസ് അല്ലേ? നമുക്ക് കറാച്ചി എന്ന് പറയുന്ന കറാച്ചി കഴിഞ്ഞാൽ പിന്നെ ഗ്വാദർ നമുക്ക് നശിപ്പിക്കാമല്ലോ. ഇന്ത്യ നശിപ്പിക്കാൻ ചാൻസ് ആണ്. നശിപ്പിക്കാൻ പറ്റണമെന്നില്ല, നശിപ്പിച്ചു കൂടായികയുമില്ല. അത് നശിപ്പിക്കുകയാണെങ്കിൽ ഇപ്പോൾ ചൈനയുടെ അസറ്റ്സിനെ അല്ലേ നമ്മൾ ഇല്ലാതാക്കുന്നത്. അപ്പോൾ ചൈനയുടെ അസറ്റ്സിനെ ഇല്ലാതാക്കുകയാണെന്നുണ്ടെങ്കിൽ ചൈനയ്ക്ക് അത് നോക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ശ്രമിക്കും, ഇടപെടാൻ ശ്രമിക്കും. അങ്ങനെയുള്ള ഇടപെടലാണ് അമേരിക്കയിൽ നിന്ന് ഉണ്ടായിരിക്കാൻ സാധ്യത. ഇതിനൊപ്പം തന്നെ അമേരിക്കയിൽ പാകിസ്ഥാൻ മിലിറ്ററിയുടെ ഒരു നല്ല ഭാഗം അമേരിക്കയിൽ ട്രെയിനിങ്ങും അമേരിക്കയുമായിട്ട് വളരെ വളരെ അടുത്ത ഇടപെടലുകൾ നടത്തുന്ന ഒരു രാജ്യമാണ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം എപ്പോഴും സംസാരിച്ചതെന്ന് തോന്നുന്നു, പാകിസ്ഥാന് ഡുവൽ സിറ്റിസൺഷിപ്പ് ഉണ്ട്. ഈ ഡുവൽ സിറ്റിസൺഷിപ്പ് ഉള്ളപ്പോൾ ആകാവുന്ന ഒരുപാട് പേര് അമേരിക്കയിലും വെസ്റ്റേൺ കൺട്രീസിലെല്ലാം തന്നെ അവർക്ക് രണ്ടാമത്തെ സിറ്റിസൺഷിപ്പ് ഉള്ള രണ്ടാമത്തെ പാസ്പോർട്ട് അവിടുത്തെ എവിടെയെങ്കിലും ആയിരിക്കും. കാരണം അവിടേക്കാണ് ഇവർ അസറ്റ്സ് വാങ്ങിച്ചു വയ്ക്കുക. പാകിസ്ഥാൻ എക്കോണമിയിൽ നിന്ന് പിഴിയാവുന്ന പൈസ എടുത്ത് മിലിറ്ററിയുടെ സീനിയർ ലീഡർഷിപ്പ് എല്ലാം തന്നെ പാശ്ചാത്യ രാജ്യങ്ങളിൽ അവർക്ക് അസറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് അങ്ങനെ അസറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് അമേരിക്ക. അമേരിക്കയിൽ അതുകൊണ്ട് ഒരുപാട് അവർക്ക് കോൺടാക്ട്സ് ഉണ്ട്. ഈ കോൺടാക്ട്സ് വഴി തന്നെ അമേരിക്ക ഇതിൽ ഇടപെടാൻ ശ്രമിക്കും എന്നുള്ള കാര്യം നമ്മൾ ഇന്ത്യ ആണെങ്കിലും പ്രതീക്ഷിച്ചിരുന്നായിരിക്കണം. പല പ്രാവശ്യം അവർ 71-ലാണെങ്കിലും അവർ ഇടപെടാൻ ശ്രമിച്ചതാണ്. പക്ഷേ ഈ ഇന്നത്തെ സിറ്റുവേഷൻ 71-നെക്കാട്ടിലും വളരെ വളരെ വ്യത്യാസമുണ്ട്. ഇന്ത്യ വളരെ സ്ട്രോങ്ങർ പൊസിഷനിലാണ്, വളരെ ബലമുള്ള പൊസിഷനിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അത്രയും നമ്മൾ അനുവദിച്ചു കൊടുത്തിരിക്കുന്നില്ല അവർ. പക്ഷേ എന്തായാലും നമുക്കിപ്പോൾ യുദ്ധം 2 മാസം കണ്ടിന്യൂ ചെയ്തുകൊണ്ട് നമുക്കും പ്രത്യേക ലാഭമൊന്നും ഉണ്ടാകുന്നില്ല. നമുക്ക് ഇനി പാകിസ്ഥാനെ നമുക്ക് ആക്കാനും ഒക്കില്ല. ഇല്ലാതങ്ങ് ആക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഈ വരുന്ന അഭയാർത്ഥികളൊക്കെ നമുക്ക് തന്നെ കഞ്ഞി കൊടുക്കേണ്ടി വരും. ബംഗ്ലാദേശിലെ നമ്മൾ ഇതുവരെ നമ്മൾ 50 പൈസയുടെ കണ്ട് സ്റ്റാമ്പ് കൊടുത്തിട്ടിരുന്നത് ഇപ്പോഴും അത് നമ്മുടെ കണക്കിൽ കിടപ്പുണ്ട്. അത് ബംഗ്ലാദേശിൻ്റെ വകയായിട്ട് നമ്മൾ ഭരിക്കുന്നുണ്ട് ഇപ്പോഴും. അതുപോലെ തന്നെ പാകിസ്ഥാൻ ഇല്ലാതായെങ്കിൽ ഇംപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലെ ജനം എവിടെ പോകും? അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് അവർക്ക് അവിടെയൊന്നും കിട്ടില്ല. അപ്പോൾ എല്ലാവരും തന്നെ അഭയാർത്ഥികളുമായിട്ടും ശരണം പ്രാപിക്കാനായിട്ടും ഒരുപാട് പേര് ഇന്ത്യയിലേക്ക് വരാൻ ചാൻസാണ്. ഈ ഇന്ത്യയിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവരെ നമുക്ക് എവിടെയെങ്കിലും നമുക്ക് വെക്കേണ്ടി വരും. അവർക്ക് മിനിമം പരിപാടികൾ, ആഹാരം, ഷെൽട്ടറൊക്കെ കൊടുക്കേണ്ടി വരും. ക്യാമ്പിലായിരിക്കും, പക്ഷെ അത് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാഭമില്ല ഇതിൽ നിന്ന്. അതുകൊണ്ട് യുദ്ധം നിർത്താനായിട്ട്, അല്ലെങ്കിൽ വെടിനിർത്തലിന് ആരുടെ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിലും നമ്മൾ അത് നെഗറ്റീവായിട്ട് തള്ളിക്കളയാൻ ചാൻസ് കുറവാണ്. അതിന് നമുക്ക് എന്താ യൂട്ടിലിറ്റി എന്നുള്ള കാര്യം നമ്മൾ നോക്കും. അങ്ങനെ ആയിരിക്കും നമ്മൾ ചെയ്തിരിക്കുക. അത് ട്രംപിൻ്റെ ഇടപെടലിൽ നിന്ന് മാത്രം ഡയറക്റ്റ് ആയിട്ട് നിൽക്കുന്നത്. ട്രംപിൻ്റെ ശീലം അതാണ്. ആരെന്ത് ചെയ്യാലും അത് ക്രെഡിറ്റ് ട്രംപിൻ്റെ ആണെന്നല്ലോ. ലോകത്ത് എവിടെയെങ്കിലും എന്തൊരു നല്ല കാര്യം ഉണ്ടായെങ്കിൽ അത് ട്രംപിൻ്റെ ആണെന്ന് പറഞ്ഞാണ് അദ്ദേഹം അത് ക്ലെയിം ചെയ്യുന്നത്. അത് സംഭവിക്കാവുന്നതാണ്.